ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. ഒരു കിടിലൻ ഹൊറർ മൂവി എന്ന് കരുതുമ്പോൾ പേടിപ്പിക്കൽ മാത്രമല്ല, കിടിലൻ കിടുക്കാച്ച ടിസ്റ്റുകളുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹൊറർ സിനിമ തന്നെയാണിത്. 2015 വളരെ ചെറിയ ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമയാണിത്. എന്നിട്ടും കോടികൾ വാരിക്കൂട്ടി. മാത്രമല്ല, ഇതിന് രണ്ടാം ഭാഗം ഇന്ന് റിലീസും കൂടെ ആയിട്ടുണ്ട്. ആ രണ്ടാം ഭാഗം ഇറങ്ങാൻ തന്നെ കാരണം ഇതിന്റെ ഒന്നാം ഭാഗം അത്രയും വിജയമായതുകൊണ്ടാണ്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഈ സിനിമ അത് വേറെ ലെവലായിരിക്കുമെന്ന്. ഓക്കെ ഇനി കഥയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. കഥയിലേക്ക് നമുക്ക് നേരെ അങ്ങ് പോകാം. സോ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 2015 പുറത്തിറങ്ങിയ ഡിമോണ്ടി കോളനി എന്ന ഹൊറർ മൂവിയുടെ കഥയാണ്. സിനിമയുടെ ആരംഭത്തിൽ ഒരു ചെറുപ്പക്കാരനെ കാണിക്കുന്നുണ്ട്, രാഘവന്. അവൻ സിനിമ ഡയറക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഒരു പ്രൊഡ്യൂസറെ ചെന്ന് കാണുകയാണ്. അയാളിപ്പോ കഥ പറഞ്ഞോളാൻ പറയാണ്. അങ്ങനെ രാഘവൻ കഥ പറയാൻ ആരംഭിച്ചു. 1920 സമയത്ത് ചെന്നൈയിൽ ഡിമോണ്ടി എന്നു പേരുള്ള വലിയൊരു ബിസിനസ്സുകാരനായിട്ടുള്ള സാഹിബ് ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ ആ ഒരു കഥ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതിനൊരു ഹൊറർ മൂഡായിരുന്നു. എന്നാൽ ഈ ഒരു പ്രൊഡ്യൂസർ പറയണ, ഡാ തമ്പി, ഇതൊന്നും വേണ്ട, കുറെ ഫൈറ്റ്, നായകൻ, കോമഡി, നല്ല അടിപൊളിയായിട്ടുള്ള പെണ്ണുങ്ങളെ ഡാൻസ്, ആ ലെവലുള്ള കഥ നിന്റെ കയ്യിലുണ്ടോ? ഇത് കേട്ടപ്പോ തന്നെ രാഘവന്റെ മനസ്സും അടുത്ത് അവൻ അവിടുന്ന് പോവാണ്. ഇതിനുശേഷം സുജിത്ത് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പയ്യനെ കാണിക്കണം. വീട്ടില് അല്ലറ ചില്ലറ ഈ കാർപ്പന്റർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. എന്നാൽ സുജിത്തിനാണെങ്കിൽ തീരെ ധൈര്യമില്ല കേട്ടോ. എന്ത് വർക്ക് ചെയ്താലും ആ വീട്ടിലുള്ളവർ കുറെ അവനെ ചീത്ത പറയും. എന്നിട്ട് അവൻ ചോദിച്ച കാശിനെക്കാളും കുറച്ചേ കൊടുക്കുള്ളൂ. എന്നാലും ഇത് മേടിച്ച് കീശയിൽ വെച്ച് അവനങ്ങനെ പോകും. അടുത്ത മൂന്നാമത്തെ ആള് വിമല് വർക്ക് ചെയ്യുന്നത് ഒരു സ്റ്റുഡിയോയിലാണ്. എന്തോ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര എഡിറ്റ് ചെയ്ത് കൊടുത്താലും എന്റെ കസ്റ്റമേഴ്സിന് അത് മതിയാവില്ല കേട്ടോ. ഇന്ന് ഇത് മതി എന്ന് പറഞ്ഞിട്ട് അവൻ പോവാൻ നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ക്യാബിൽ നിന്ന് ഒരു അച്ഛയും വിളിയൊക്കെ, ചക്കരെ ഉമ്മ നോക്കി നോക്കുമ്പോ നമ്മുടെ യോഗി ബാബു ഉണ്ടല്ലോ, തുണിയെല്ലാം ഊരിയിട്ട് ഏതൊരു ഫോറിൻ ലേഡിയുമായിട്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാ കർമ്മണ്ട്രാ ഇത് എന്നിപ്പോ വിമല് ചോദിക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് എത്തി നോക്കിയിട്ട്, ഞാൻ മോശക്കാരനോ, നീ പോടാ അവിടുന്ന്, എനിക്ക് തോന്നുന്നു ചെയ്യുന്നപ്പോ നമ്മുടെ മച്ചാൻ യോഗി ബാബു പറയാണ്. എന്തായാലും ഈ കണ്ട 3 പേരും സുഹൃത്തുക്കളാണ് കേട്ടോ. 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു നേരെ വൈൻ ഷോപ്പിന്റെ അടുത്തേക്ക് ചെല്ലാണ്. ഇപ്പോ ഈ വിമല് ചോദിക്കുന്നുണ്ട്, ഡാ സുജിത്തെ, പൈസ എടുത്തേ. പൈസയെ? എന്ത് പൈസ? ഞാൻ ഒന്നും എടുത്തിട്ടില്ല എന്ന് പറയണ. എടാ പിന്നെ ഇങ്ങോട്ടേക്ക് എന്തിനാ വന്നേ? കള്ളു മടിക്കണ പൈസ വേണ്ടേ? രാഘവനോട് ചോദിച്ചപ്പോ അവൻ നിലവിൽ പണിക്കൊന്നും പോകുന്നില്ല, അവന്റെ കയ്യിൽ 10 പൈസ ഉണ്ടാവില്ല. അടിപൊളി മൂഞ്ചി. എന്തായാലും ഇവിടെ വെച്ച് വിമൽ നേരെ മറ്റൊരുത്തിനെ വിളിക്കുകയാണ്, ശ്രീനിയുടെ ആ ഒരു വീടും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ വലിയ സെറ്റപ്പാണ് കേട്ടോ. ഇവരുടെ കൂട്ടത്തിലെ റിച്ച് ആയിട്ടുള്ള ആളാ തോന്നി ഈ ശ്രീനി. ഫോൺ എടുത്ത് വിമല എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോ, എടാ കുറച്ച് കാശുമായിട്ട് നീ ഇങ്ങോട്ടേക്ക് വേഗം പാടാ, നമുക്ക് കുപ്പി എടുക്കണ്ടേ. എടാ എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റില്ല, 2 ദിവസം ഞാൻ ഇവിടെ ട്രാപ്പാന്ന് പറയാണ്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇത് ഇവന്റെ വീടല്ല, ഏതോ പണക്കാരിയായുള്ള ഒരു കൊച്ചമ്മയുടെ വീടാണ്. അപ്പൊ ഇവരുടെ വീട്ടിൽ 2 ദിവസം നമ്മുടെ വിമല് വന്ന് നിൽക്കാന്നൊരു കരാറാണ്. അവരുടെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല. അപ്പൊ ഫോൺ വിളിക്കുന്നത് കേട്ടപ്പോ ആ ലേഡി ചോദിക്കുന്നുണ്ട്, ആരാടാ വിളിക്കുന്നത്? ഇപ്പോ നമ്മുടെ ഈ ഒരു ശ്രീനി പറയുന്നത്, അതെന്റെ കൂട്ടുകാരെ, കുറച്ച് കാശുമായിട്ട് ചെല്ലു എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ലേഡിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ 2 ദിവസം എന്റെ കെട്ടിയവൻ ഇവിടെ ഉണ്ടാവില്ല, നിന്റെ അടുത്ത് ഇവിടെ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞല്ലേ. ശരി ചേച്ചി, ഞാൻ ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്. ഈ സമയത്ത് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? 2 ദിവസം അവിടെ വേറെ പരിപാടി ആയിരിക്കുന്നത്? ഒന്നും അല്ല കേട്ടോ, പാവത്തിന് അടിമപ്പണി എടുപ്പിക്കുകയാണ്. ഉള്ളി തൊലിയുന്ന പരിപാടി മുതൽ കക്കൂസ് വരെ കഴിപ്പിക്കും. അതിനൊരു വേലക്കാരി വെച്ചാൽ പോരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലേഡി അതൊരു ഇത്തിരി സൈക്കോയാണ്. ഇതേ സമയത്ത് തന്നെ ഈ ലേഡിയുടെ ഹസ്ബൻഡ് എന്തോ ജോലിക്ക് പോയിട്ട് അന്ന് തന്നെ തിരിച്ചു വരികയാണ്. ഇവനാകെ പേടിച്ചു പോയി. ചേച്ചി എന്താ ചെയ്യാന്ന് ചോദിക്കുക. നാട്ടുകാരെല്ലെങ്കിലേ പറഞ്ഞു കിടക്കാണ്, നിങ്ങൾ എന്നെ വെച്ചോണ്ട് നടക്കുകയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ സാധാരണ നേരെ ഓപ്പോസിറ്റ് അല്ലേ പറയാ. ഇപ്പൊ ഈ ചേച്ചി പറയണ, പൊന്നു മോനെ നീ ബേക്കിൽ കൂടെ ഇറങ്ങി ഓടിക്കോ, എന്റെ കെട്ടിയോ നിന്നെ കാണണ്ട. ചേച്ചി ബേക്കിലൂടെ ഇറങ്ങി ഓടാനോ? 2ാമത്തെ നിലയിൽ പോയിട്ട് ഒരു പൈപ്പ് ഉണ്ട്, അത് കൂടെ അങ്ങോട്ട് ഇറങ്ങി പോയിക്കോ, അതല്ലാതെ ഒരു നിവൃത്തിയില്ല എന്ന് പറയുന്നത്. ഇവനെ തള്ളി വിടുകയാണ്. അതുപോലെ തന്നെ അവനൊരു 2000 രൂപ എടുത്തു കൊടുക്കുന്നുണ്ട്. എടുത്തു കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല, എടുത്തിട്ട് കൊടുക്കുകയാണ്. നിലത്ത് വീണ ആ ഒരു കാശുണ്ടല്ലോ അവൻ പെറുക്കിയെടുക്കുകയാണ് കേട്ടോ. അതായത് ഉപയോഗിക്കപ്പെടുക എന്ന് പറയുന്നത് ആണിനായാലും പെണ്ണിനായാലും ഒരുപോലെയാണ്. ഒരു വല്ലാത്തൊരു കുറ്റബോധമല്ല, ഒരു വെറുപ്പ് സ്വയം അവരോട് തന്നെ തോന്നും. സോ ഈ സ്ത്രീ, നമ്മുടെ ഈ ഒരു സ്ത്രീനെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് അവന് തന്നെ അവനോട് വല്ലാതെ വെറുപ്പ് തോന്നുകയാണ്. എന്തായാലും കാശും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ആ കാശ് മേടിച്ച് നേരെ വീടിന്റെ മുകളിലേക്ക് പോവാണ്. ആ പൈപ്പ് വഴി താഴേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ഇതേ സമയത്ത് തന്നെ വാതിൽക്കൽ വന്ന് നിൽക്കുന്ന ആ ഒരു കെട്ടിയവന് അയാളെ കെട്ടിപ്പിടിച്ച്, കെട്ടിയവനെ നീ വാ ഇതും പറഞ്ഞ് ഈ ശ്രീനിയെ പതിയെ അവിടെ നിന്ന് ഒഴിവാക്കാൻ നോക്കുകയാണ് കേട്ടോ. എന്തായാലും കിട്ടിയ കാശുമായിട്ട് ശ്രീനി നേരെ വിമൽ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. ഇവർ 2 കുപ്പി മേടിച്ച് നല്ല രീതിയിൽ അടിക്കുകയാണ്. 4 പേരുടെ ലൈഫും ഒന്ന് സെറ്റായി വരുന്നതേ ഇല്ല. സുജിത്തിന്റെ കാര്യം, ഒരു കാർപ്പന്റർ വർക്കർ ആണെങ്കിലും എല്ലാവരും ഒരുമാതിരി സ്വഭാവത്തിൽ ഇവന്റെ അടുത്ത് പെരുമാറുക. പണിയെടുത്താൽ ന്യായമായ കാശ് കിട്ടില്ല. അതുപോലെ തന്നെ വിമലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എഡിറ്റിംഗ് ആണ്, എത്ര നല്ല രീതിയിൽ ചെയ്തു കൊടുത്താലും ഒരു കസ്റ്റമർ ഇത് മതിയില്ല പോരാന്നാ പറയുന്നത്. പിന്നെ രാഘവൻ സിനിമേന്റെ പിറകാലെ കുറെ കാലമായി നടക്കുന്നു, ഒരു രീതിയിലും ക്ലച്ച് പിടിച്ചില്ല. അപ്പൊ ഇവരൊക്കെ പറയുന്നുണ്ട്, ശ്രീനി നിന്റെ ടൈം ബെസ്റ്റ് ടൈമാണെന്ന്. ശ്രീനി പറയാണ്, ബെസ്റ്റ് ടൈമാ. എന്തായാലും 2 അടിക്കുന്നു പറഞ്ഞിട്ട് ഇവരെല്ലാവരും അടിക്കുകയാണ്. അടിച്ചു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഇവരുടെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് എൻജോയ് ചെയ്യാണ്. അങ്ങനെ രാത്രിയായപ്പോൾ വീട്ടിൽ പോകണല്ലോ. പോകാൻ നോക്കുമ്പോണ്ട് നന്നായിട്ട് മഴ പെയ്യുന്നു. ഇവർ 4 പേരും പോയിട്ട് ഒരു വെയിറ്റിംഗ് ഷെഡിൽ അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്തുണ്ട് നമ്മുടെ ശ്രീനിയെ ആ ലേഡി വിളിക്കുന്നത്, ഡാ ചക്കരെ എന്തെങ്കിലും പൈസ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട്, ഇപ്പൊ ഒന്നും വേണ്ട ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ വെക്കാണ്. ഇതേ സമയത്ത് വിമല് ചോദിക്കുന്നുണ്ട്, ഡാ നിന്റെ ഒക്കെ ടൈം ബെസ്റ്റ് ടൈമടാ, വെറുതെ
ഇരുന്നാ മതി, അവിടെ പോയിട്ട് ചേച്ചിയുടെ കൂടെ പൈസയും കിട്ടും. ഇത് കേട്ട് ശ്രീനി കുറച്ചു നേരം വിമലിനെ നോക്കിയത്, എന്റെ പൊന്നു മോനെ, ജീവിക്കാൻ വേറെ വല്ല വഴിയുണ്ടെങ്കിൽ ഞാൻ ആ ഏരിയയിലേക്ക് പോയില്ല, അത്രക്കും ഞാൻ വെറുത്തുപോയി. അവനുള്ള കാര്യം മുഴുവനും ഇവരോട് തുറന്നു പറയാണ് കേട്ടോ. അടിമപ്പണി എടുപ്പിക്കുകയാണ് അവിടെ കൊണ്ടായാല്. പക്ഷെ വല്ല കാര്യം നടക്കുന്നുണ്ടോ? അതും ഇല്ലതാനും. അങ്ങനെ രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്, മഴ നിൽക്കുന്നുമില്ല. ഈ സമയത്ത് രാഘവൻ ഉണ്ടല്ലോ, അവനൊരു കാര്യം ചോദിക്കുകയാണ്, എടാ ഈ രാത്രിയിൽ എന്തായാലും പോയിട്ട് വേറെ പണിയൊന്നുമില്ല, നമുക്ക് കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലോ? നമുക്ക് ചെയ്യാന്ന് ഇപ്പൊ വിമലും പറയാണ്. വിമൽ എന്ന് വെച്ചാൽ കുറച്ച് ഹൈറ്റുള്ള ആ ഒരു മെലിഞ്ഞിട്ടുള്ളവനുണ്ട് അവന് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറയാണ്. ഇപ്പൊ രാഘവൻ പറയാണ്, ഡാ ഇവിടെ ഒരു പഴയ വലിയ ബംഗ്ലാവ് ഉണ്ട്, ഡിമോണ്ടി കോളനി എന്നാ പറയാ അവിടെ, നമുക്ക് അങ്ങോട്ടേക്ക് പോയാലെന്ന് പറഞ്ഞപ്പോ സുജിത്ത് ഞാനില്ല, എനിക്ക് പേടിയാന്ന് പറയാണ്. ഒന്ന് പോടാ അവിടുന്ന്, മര്യാദക്ക് വന്നോന്ന് പറഞ്ഞിട്ട് അവനെയും തൂക്കിയെടുത്തോണ്ട് ഇവര് പോവാണ്. എന്നാൽ ശ്രീനി പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചെയ്യണോ? ഒന്നാമതേ നമ്മുടെ ചെറുകന്, അതായത് നമ്മുടെ സുജിത്തിന് ഇരുട്ട് ഭയങ്കര പേടിയാണ്, ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കണമെന്ന് ചോദിച്ചപ്പോ അതൊന്നും വേണ്ട, ഒരു അഡ്വഞ്ചർ വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ ആ ഡിമോണ്ടി കോളനിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തിയപ്പോ തന്നെ ഒരു വല്ലാത്ത വശപ്പശക് പോലെ, ആരും ഇല്ലാത്ത ഒരു പഴയ ബംഗ്ലാവ്, നിറച്ച് കാടും മാരും അതും ഇതൊക്കെ മുളച്ചു നിന്നിട്ട് ഒരു മനുഷ്യൻ ആ ഒരു ഭാഗത്തേക്ക് പോകാറില്ല. അതിന്റെ ആ ഒരു ഗേറ്റ് പരിസരം എല്ലാം കണ്ടാലറിയാം. എന്നിട്ടും എന്ത് ധൈര്യത്തില ഇവന്മാര് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നതെന്ന് അറിയില്ല. അവസാനം ആ ഒരു ബംഗ്ലാവിന്റെ ഉള്ളിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട്. ഇപ്പോ എത്തിയ സമയത്ത് അതിന്റെ ഉള്ളിൽ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഇവരാകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഒരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള ബംഗ്ലാവ് തന്നെ. എന്നാൽ അതിന്റെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ, എന്താടാ ഇത്, നഗരത്തിൽ എങ്ങനെ ഒരു ബംഗ്ലാവ് എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രീനി ഭയങ്കരമായിട്ട് അത്ഭുതത്തിൽ നിൽക്കുമ്പോൾ രാഗം പറയണം, എടാ ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകളുണ്ട്. ഇപ്പൊ സുജിത്ത് പറയണം, എടാ ആ കഥകളൊന്നും നമുക്ക് വേണ്ട, നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറയണം. ഈ സമയം കൂട്ടത്തിലെ ഒരുമാതിരി ഒരു വൃത്തിയായിട്ട സ്വഭാവമുള്ള വിമലുണ്ടല്ലോ, അവനൊരു ഐഡിയ പറയണം, എടാ ഈ സുജിത്തിനെ നമുക്ക് പീഡിപ്പിച്ചാലോ? ഇവരെന്താ ചെയ്തതെന്ന് അറിയോ? സുജിത്തിനെ അവിടെ ഉണ്ടായിരുന്ന റൂമിലേക്ക് തള്ളിയിട്ട് ഇവര് മൂന്നുപേരും മറ്റൊരു ഭാഗത്തേക്ക് ഒരു ഏറ്റവും ഓട്ടോ ഇടുകയാണ്. പാവം പേടിച്ച് ഒറ്റയ്ക്ക് നിലവിളിക്കുകയാണ്. ഒരു ലൈറ്ററും കത്തിച്ച് ഇവരെ 3 പേരെ പേരും വിളിച്ച് ഇവനങ്ങനെ നടക്കാണ്. എങ്ങോട്ടേക്കാ പോകേണ്ടതെന്ന് സുജിത്തിന് യാതൊരു ഐഡിയ ഇല്ല. ഇതേ സമയം ഇവര് 3 പേരും, ശ്രീനി, രാഘവൻ, വിമൽ, മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ട് ഇവനെ പേടിപ്പിക്കാനായിട്ട് ഓരോ ശബ്ദം ഉണ്ടാക്കുകയാണ്. മെയിനായിട്ട് വിമൽ കേട്ടോ. എന്നാൽ ശ്രീനി പറയുന്നുണ്ട്, വേണ്ട ഒന്ന് വിട്ടേക്ക്. ഇത് പറയുന്നത് കേൾക്കാണ്ട് രാഘവനും വിമലും മുന്നോട്ടേക്ക് അങ്ങനെ പോവാണ്. ഏറ്റവും വേഗിൽ വരുന്ന ശ്രീനിക്ക് എന്തോ ഒരു തോന്നല്, അവന്റെ പിന്നിൽ ആ ഒരു ഷാളിന്റെ പിന്നിൽ എന്തോ ഉള്ളതുപോലെ. തോന്നലല്ലായിരുന്നു, എന്തോ ഒന്ന് അവിടെ ഉണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അതിന് കാണാനില്ല. എന്നാൽ ശ്രീനി നല്ല രീതിയിൽ പേടിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ വേഗം ഇവരുടെ കൂട്ടത്തിലേക്ക് ചെന്ന സമയത്ത് പെട്ടെന്ന് വവ്വാൽ കൂട്ടം ഇവരുടെ അടുത്തേക്ക് വരികയാണ്. ഇതേ സമയം പുറത്ത് നല്ല മഴ പെയ്യാണ്, ഇടി വെട്ടുന്നുണ്ട്. ആകെ ഒരുമാതിരി ഒരു വല്ലാത്ത അന്തരീക്ഷം തന്നെ. ഇതേ സമയം സുജിത്ത് നോക്കുകയാണെങ്കിൽ പേടിച്ചിട്ട് ഇവരെയും വിളിച്ചോണ്ട്, ഡാ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് വാടാ, എനിക്ക് പേടിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് ഇവൻ നിലവിളിച്ചോണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് മറ്റൊരു ഭാഗത്തേക്ക് പോയ രാഘവൻ, ആ ഒരു ഡയറക്ടർ ഉണ്ടല്ലോ, ആ ഡയറക്ടറാകാൻ ശ്രമിക്കുന്നവന്, ഇവനും ഇപ്പൊ ഒറ്റയ്ക്കാണ് കേട്ടോ. ചെറിയൊരു ലൈറ്ററും കത്തിച്ചിട്ട് മുന്നോട്ടേക്ക് ഇത് എന്തോ ഒരു വല്ലാത്ത പന്തികേട് പോലെ എന്ന് വിചാരിക്കുമ്പോൾ പിന്നിൽ ഒരു കാഴ്ച നിങ്ങൾ കണ്ടോ? ഒരു സീറ്റിലായിട്ട് കുറച്ച് പേര് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ചത്ത് 4 പേരുടെ കാര്യത്തിലും ഒരു തീരുമാനമായി. എന്തായാലും ബേക്കിൽ എന്തോ ഉണ്ട് എന്നുള്ള ഒരു സംശയത്തിൽ രാഘവൻ പതിയെ തിരിഞ്ഞു നോക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ആൾക്കാർ മാഞ്ഞു പോവാണ്. പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് രാഘവൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ 3 പേര് ഒരുമിച്ചു. അതുപോലെ താഴേക്കും വരുന്നുണ്ട്. സുജിത്താണെങ്കിൽ പേടിച്ചൊരു പരിവായി നിൽക്കുകയാണ്. അവന്റെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇവർ ചെല്ലുകയാണ്. പേടിച്ച് കുറച്ചിരിക്കുകയാണ് സുജിത്ത്. ഇപ്പൊ ശ്രീനി പറയണ, പോട്രാ ചുമ്മാ ഒരു തമാശക്കല്ലേ, ഒന്നും നടന്നിട്ടൊന്നുമില്ലല്ലോ. എന്തൊക്കെയായാലും പാവം നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് എന്നാ തോന്നട്ടാ. എന്തായാലും ഇവർ ആ ഒരു ബംഗ്ലാവും വിട്ട് പുറത്തേക്ക് പോവാണ്. എന്തോ ഭാഗ്യത്തിന് ജീവൻ പോയില്ല 4-ത്തിന്റെയോ. മാത്രമല്ല ഇന്നലെ രാത്രി മുതലേ നമ്മുടെ സുജിത്ത് ഒരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്, എടാ നമുക്കൊരു ജോത്സ്യനെ കാണാൻ പോവാന്ന്. സോ അവൻ പറഞ്ഞതുപോലെ ഇവർ 4 പേരും കൂടെ ആ ഒരു ജോത്സ്യനെ കാണാനായിട്ട് അയാളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ജോത്സ്യനുണ്ട്, സഹായിയുണ്ട്. ഇവർ 4 പേരും മുന്നിലിരിക്കുകയാണ് കേട്ടോ. ആളൊരു രസികനാ തോന്നുന്നു. മാത്രമല്ല ഓരോരുത്തരുടെ കൈയടയാളം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഭാവി, ഭൂതം, വർത്തമാനം എല്ലാം പറഞ്ഞുതരാന്ന് ജോത്സ്യൻ പറയുകയാണ്. ആരുടെ ഫസ്റ്റ് നോക്കണ്ടേ? ഇപ്പൊ ആർക്കും നോക്കാനൊരു ധൈര്യമില്ല. ഭാവി അറിയാൻ ചില ആൾക്കാർക്കൊക്കെ ഒരു പേടി ഉണ്ടാവും കേട്ടോ. അപ്പൊ എല്ലാവരും കൂടെ പിന്നെ ശ്രീനിയെ തന്നെ അങ്ങോട്ട് സെലക്ട് ചെയ്യാണ്. അവന്റെ ആ ഒരു ഫിംഗർ പ്രിന്റ് അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നോക്കി ആ ഒരു രേഖയും കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് ഈ ജോത്സ്യർ പറയണം, എന്റെ പൊന്നു മോനെ, ഈ അടുത്ത കാലത്ത് ഇതുപോലെ ലക്ഷണം കെട്ട ഒരു ജാതകം ഞാൻ കണ്ടിട്ടില്ല. കഷ്ടപ്പാടാണ് മോനെ, ഒരുപാട് കഷ്ടപ്പാടാണ്. എന്തൊക്കെ ചെയ്താലും ഒരു ഗതിയും പിടിക്കാൻ പോകുന്നില്ല. അവസാനം ചോറ് കിട്ടി ചത്താ തന്നെ ഭാഗ്യം. ഇത് കേട്ട് ശ്രീനി ആകെ തളർന്നു പോകുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവർക്കും ഭയങ്കര ചിരിയും ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോൾ വിമൽ അവന്റെ ആ ഒരു ഫിംഗർ പ്രിന്റ് വെച്ച് കൊടുക്കുകയാണ്. ജോത്സ്യരെ ഇത് നോക്കിയിട്ട് എന്റെ ഭാവി ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുമ്പോൾ ജോത്സ്യർ അത് നോക്കി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പറയാണ്, എന്റെ പൊന്നു മോനെ, നീ ഒന്നും ജനിക്കേണ്ടവനേയല്ല. നിന്റെ കൂട്ടുകാരൻ ശ്രീനിയുടേത് ലക്ഷണം കിട്ടതാണെങ്കിൽ അതിനേക്കാൾ എന്ത് ഇനി പറയാൻ എനിക്ക് അറിയില്ല. വിമൽ അത് കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ജോത്സ്യരേ, അങ്ങനെയാണെങ്കിൽ എന്റെ കല്യാണം എങ്ങനെയായിരിക്കും? മിണ്ടിപ്പോകരുത്, ഓൾറെഡി ഒരു ലക്ഷണം കെട്ട ജാതകമാണ്. അതിന്റെ പുറമെ കല്യാണം, എടാ നീ ഒരു 100 ജന്മെങ്കിലും ജനിക്ക്, അപ്പോഴേക്കും നിന്റെ ആ ഒരു ജന്മം ഓക്കെ ആയിട്ട് വരും. എന്നിട്ട് അതിനെക്കുറിച്ച്, അതായത് കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കാൻ ജോത്സ്യർ പറയണം. ഇനിയിപ്പോ 3ാമത് നമ്മുടെ സുജിത്ത് ഉണ്ടല്ലോ, അവന്റെ ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ എന്റേത് വേണ്ടെന്ന് പറയണം. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ദേഷ്യം വരികയാണ്. അവൻ പറഞ്ഞിട്ട് ഇവർ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. ഇപ്പൊ ജോത്സ്യരത്ത് ഇവന്റെ ആ ഒരു ഫിംഗർ പ്രിന്റ് വെച്ച് കൊടുക്കാൻ കേട്ടോ സുജിത്തിന്റെ. പക്ഷേ ആ ഒരു കൈരേഖ വെച്ച് നോക്കിയിട്ട് ഈ ഓലയിൽ നോക്കി വേണം ഇതൊക്കെ പറയാനായിട്ട്. അങ്ങനെ എല്ലാ ഓലയും ഇപ്പൊ ജോത്സ്യരുടെ കയ്യിലുണ്ടായിരുന്നു. കുറച്ചൊക്കെ അമ്പലത്തിലുള്ളത്. അപ്പോൾ അതെടുത്തിട്ട് അടുത്ത ശനിയാഴ്ച നിങ്ങൾ വാ, അപ്പൊ ഞാൻ പറഞ്ഞുതരാന്ന് പറയണം. ഓക്കെ ജോത്സ്യരെ, അപ്പോൾ അടുത്ത ശനിയാഴ്ച കാശ് തരാന്ന് പറഞ്ഞിട്ട് ഇവർ എഴുന്നേറ്റ് പോകുമ്പോൾ ജോത്സ്യർ പറയണ, മക്കളെ എനിക്ക് തന്നെ വെച്ചിട്ട് പോകണല്ലേ ജോത്സ്യരെ, അടുത്ത ആഴ്ച വരും, എന്ത്
എന്തായാലും തരുന്നു പറഞ്ഞിട്ട് നമ്മുടെ പിള്ളേരെ അവിടുന്ന് പോവാണ്. കുറച്ചു നേരം കഴിഞ്ഞു ശ്രീനി അവന്റെ ആ ഒരു ബൈക്ക് എടുത്തുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ അവന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. നോക്കുമ്പോൾ ആ ഒരു ജോത്സര് തന്നെയാണ്. സാധാരണ ജോത്സര് ഭയങ്കര തമാശയായിട്ട് ഫണ്ണി ആയിട്ടാണ് സംസാരിക്കുക. എന്നാൽ ജോത്സര് ഇപ്പൊ സംസാരിക്കുന്നത് ഭയങ്കര പേടിയില്. മോനെ എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ടേക്കൊന്ന് വരണം, എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. ഇത് കേട്ട ശ്രീനി പറയാണ്, ജോത്സരെ ഒരുപാട് ദൂരം ഞങ്ങൾ വന്നു, ഇനിയിപ്പോ എന്തായാലും അടുത്ത ശനിയാഴ്ച വരാന്ന് പറയണേ. അത് പറ്റില്ല മോനെ, നീ എന്തായാലും ഇങ്ങോട്ടേക്ക് വാ, വളരെ അർജന്റ് ആയിട്ട് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. എന്നാൽ എന്താണ് ഈ ജോത്സര് പറയുന്നതെന്ന് പിന്നീട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നെറ്റ് കട്ടായി പോവാണ്. എന്താ പ്രശ്നം എന്ന് ബാക്കിയുള്ള രാഘവൻ, വിമൽ, സുജിത്ത് ഇവരൊക്കെ ചോദിച്ചപ്പോൾ ഒന്നുമില്ലടാ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇവൻ നേരെ ആ ഒരു ജോത്സരുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ എത്തി നോക്കുമ്പോൾ ഒരുപാട് ആൾക്കൂട്ടങ്ങൾ, പോലീസിന്റെ വണ്ടിയുണ്ട്, ആംബുലൻസ് ഉണ്ട്. എന്താ സംഭവിച്ചത് ഇത് അറിയാനായിട്ട് ശ്രീനി ഉള്ളിലേക്ക് പോയി നോക്കിയപ്പോൾ ആ ഒരു ജോത്സരുണ്ടല്ലോ, ഇയാൾ തൂങ്ങി മരിച്ചിരിക്കുകയാണ്. ശരിക്കും അത് കണ്ട് ശ്രീനി ഒന്ന് ഷോക്കായി പോകുന്നുണ്ട്. പതിയെ പതിയെ അയാളുടെ ആ ഒരു ബോഡി ആ ഒരു കയറ് നയിച്ച് കൊണ്ടുപോവാണ്. എല്ലാ നാട്ടുകാരും പറയുന്നത് ഈ പണത്തിന്റെ എന്തോ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ആ ഒരു ടെൻഷനിൽ ഇയാൾ തൂങ്ങി മരിച്ചതാണ്. എന്നാൽ സംതിങ് ഫിഷി അതൊന്നും അല്ല എന്ന് ശ്രീനിക്കൊരു തോന്നൽ തോന്നുന്നുണ്ട്. കാരണം കുറച്ചു നേരം മുന്നെയാണ് ജോത്സര് വിളിച്ച് അവൻ എന്തായാലും കാണുമെന്ന് പറഞ്ഞത്. എന്തായാലും ആ ഒരു പേടി ഉള്ളിൽ വെച്ചിട്ടാണ് ഇപ്പൊ ശ്രീനി വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അതായത് ഇവർ ചെറിയൊരു അപ്പാർട്ട്മെന്റ് വെച്ചാൽ ഒരു പഴയ വാടക വീടാണ്. കുറെ ഫ്ലാറ്റുകളുള്ള ഉപേക്ഷിക്കപ്പെട്ട, അതൊക്കെ ഇങ്ങനെ പാവപ്പെട്ടവർക്ക് കൊടുക്കും. അങ്ങനെയുള്ള ഒന്നിലാണ് ഇവർ താമസിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ രാഘവൻ ആ ഒരു കോളനി ഉണ്ടല്ലോ അതിനെ കുറിച്ചിട്ട് നെറ്റിൽ നോക്കിയിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്. മാത്രമല്ല പുറത്ത് നല്ല മഴയാണ്, ആരോടും അധികം പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് അവിടെയുള്ള അധികൃതർ പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ബീച്ചാണ്, ആ ഭാഗത്തേക്ക് തീരെ പോകണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഇതേ സമയത്ത് തന്നെ ഇവർ പോയ ആ ഒരു ഡിമോണ്ടി കോളനി ഉണ്ടല്ലോ ഇതിനെക്കുറിച്ചുള്ള അത്യാവശ്യം വിവരം കാര്യങ്ങളൊക്കെ രാഘവന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കഥ എന്താണെന്ന് എല്ലാവരും ചോദിച്ചപ്പോൾ അധികം ആൾക്കാർ പറയുന്നു ഒരുപാട് കഥകളുണ്ട്, അതിൽ പ്രധാനമായിട്ടും പറയപ്പെടുന്ന ഒരു കഥയുണ്ട്. ആ കഥ ഇപ്പോൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുന്നേ ഈ ചെന്നൈയിൽ ഭയങ്കര പണക്കാരനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് ഡിമോണ്ടി. അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യയോട് ഒരുപാട് സ്നേഹമാണ്. അവളുടെ പിറന്നാളാണ് വരാൻ പോകുന്നത്. സോ അവൾക്ക് വേണ്ടി പല ഭാഗത്തുള്ള സ്വർണ്ണപ്പണിക്കാരെ വിളിച്ച് അമൂല്യമായിട്ടുള്ള ഒരു മാല തന്നെ ഡിമോണ്ടി പണിയാണ് അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്തു. അതേസമയം തന്നെ പയ്യെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മനോനില തെറ്റുന്നുണ്ടായിരുന്നു. ഇത് വല്ലാതെ ഡിമോണ്ടിയെ വിഷമത്തിലാക്കി കളഞ്ഞു. ഈ വിവരം അദ്ദേഹത്തിന്റെ മകനെ അറിയിക്കുകയാണ്. അധികം വൈകാതെ ബ്രിട്ടനിൽ നിന്നും അവൻ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കപ്പലിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ട് മകൻ മരണപ്പെട്ടു പോയി. ഇതിലാകെ ഡിപ്രഷനിലേക്ക് പോവാണ് ഡിമോണ്ടി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അവസ്ഥയും വളരെ മോശമായിട്ട് വരികയാണ്. ഇന്ത്യയിലുള്ള അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള സ്വത്തുക്കളെല്ലാം വിറ്റ് ഈ ഒരു ബംഗ്ലാവിലേക്കായിട്ട് ഒതുങ്ങിക്കൂടാനായിട്ട് ഇപ്പൊ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അതിനായിട്ട് നേരെ കൽക്കട്ടയിലേക്ക് പോകുന്നുണ്ട്. പോകുന്നതിന് മുന്നേ ആയിട്ട് ഭാര്യയോട് യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. ഭാര്യയാണെങ്കിൽ എപ്പോഴും ആ ഒരു മാല കയ്യിൽ വെച്ച് അങ്ങനെ ഇരിക്കും. അവരുടെ പിറന്നാളിന് ഡിമോണ്ടി ഉണ്ടാക്കി കൊടുത്ത അതേ മാല തന്നെ. അങ്ങനെ കൽക്കട്ടയിലേക്ക് പോയി അവിടുത്തെ സ്വത്തും കാര്യങ്ങളൊക്കെ വിറ്റു. 5 മാസത്തിന് ശേഷം ഡിമോണ്ടി ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തുകയാണ്. എന്നാൽ വന്നു നോക്കിയ സമയത്ത് തന്റെ ഭാര്യയുടെ ദേഹത്തായിട്ട് മാന്തിയതിന്റെ പാടുകൾ ഡിമോണ്ടി കാണുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് അവർക്ക് തീരെ വയ്യ എന്ന് ഇപ്പൊ ആ ഒരു വേലക്കാരി പറയാണ്. പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. ഒരു ലേഡി ഡോക്ടറാണ്. അവർ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഡിമോണ്ടിയുടെ ഭാര്യ ആരോ ക്രൂരമായിട്ട് റേപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കേട്ട ഡിമോണ്ടി ആകെ ഞെട്ടിപ്പോവാണ്. മാത്രമല്ല അവരിപ്പോ ഗർഭിണിയാണ്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് ചികിത്സ നടത്തണം. ഇപ്പൊ ഡോക്ടറോട് അത് ചെയ്യണ്ട, അതെനിക്ക് നാണക്കേടാന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ അതിന് സമ്മതിച്ചില്ല. അതിനെന്താ ചെയ്തതെന്ന് അറിയോ? അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കോടാലെടുത്ത് ഡോക്ടറെ അവിടെ വെച്ച് വെട്ടിക്കൊല്ലുകയാണ്. ഇതിനുശേഷം ഭാര്യ അവിടെ നിന്നും മറ്റൊരു മുറിയിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ വീട്ടിലെ എല്ലാവരെയും ഈ ഡിമോണ്ടി സംശയിക്കുകയാണ്. ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക? ദേഷ്യം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കൺമുന്നിൽ കാണുന്ന എല്ലാ ജോലിക്കാരെയും ഇയാൾ വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി. ഈ വിവരം നാട്ടുകാരെല്ലാവരും അറിയാണ്. വീട് കത്തിക്കാനായിട്ട് നാട്ടുകാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് ഡിമോണ്ടി കാട്ടിയത് എന്താ വെച്ചാൽ അവിടെ ഒരു ഗ്യാസ് സിലിണ്ടർ അത് വെടിവെച്ച് പൊട്ടിച്ച് അവിടെ വലിയൊരു ബ്ലാസ്റ്റ് നടത്തുകയാണ്. അതോടെ ആ ഒരു വീട് മുഴുവനായിട്ടും നിന്ന് കത്തുകയാണ്. ഡിമോണ്ടിയും അദ്ദേഹത്തിന്റെ ഭാര്യയും കുറേയധികം ജോലിക്കാരും ഇതിനുള്ളിൽ വെച്ച് മരണപ്പെട്ടു പോയി. സോ നെറ്റിൽ നിന്നും കിട്ടിയ ആ കഥയുണ്ടല്ലോ ഇപ്പൊ രാഘവൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് 100 വർഷമായിട്ടുണ്ട്. ഇന്നും അവിടെ ഡിമോണ്ടിയുടെ ആത്മാവുണ്ടെന്നാ നാട്ടുകാരിൽ പല ആൾക്കാരും പറയുന്നത്. അവിടേക്ക് പോയ പല ആൾക്കാരും മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിലൊന്നും വിശ്വാസം ഇല്ലാതിരുന്ന ഒരു ഫ്രഞ്ചുകാരൻ ആ ഒരു ബംഗ്ലാവ് മേടിച്ച് അതൊന്ന് പുതുക്കി പണിയാനായിട്ട് കുറച്ച് ജോലിക്കാരെ അങ്ങോട്ടേക്ക് അയച്ചു. എന്നാൽ ഒരു ദിവസം അവരവിടെ പണിയെടുത്തു. പിറ്റേ ദിവസം അവരെന്താ ജോലിക്ക് വരാത്തതെന്ന് തേടി അവരുടെ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ശരി, എന്തായാലും ഇനി അവിടെ ഒരു പണി എടുപ്പിക്കണ്ട, കാവലിനായിട്ട് ഒരാളെ നിർത്തുകയാണ്. ഇയാളും ഒരു ദിവസം അവിടെ നിന്നു. എന്നാൽ പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പോൾ അയാൾ ഇരുന്ന കസാരയിൽ അയാൾ മരണപ്പെട്ട രീതിയിലാണ് കാണുന്നത്. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ശ്രീനിയും അതുപോലെ തന്നെ വിമലും. തൊട്ടപ്പുറത്ത് സുജിത്താണെങ്കിൽ നല്ല ഉറക്കത്തിലാട്ടോ. വന്ന പാട് തന്നെ വെട്ടിയിട്ടതുപോലെ പോത്ത് കിടക്കുന്ന പോലെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അതവിടെ കിട്ടെ. ഇപ്പൊ ഈ ഒരു കഥ കേട്ട സമയത്ത് ശ്രീനി വിമൽ രണ്ടുപേരും പറയണ, എന്റെ പൊന്നു മോനെ നിനക്ക് ഇത്രയും കഥ പറയാൻ കഴിവുണ്ടല്ലേ, അടിപൊളിയായിട്ടുണ്ടാ ഈ പ്രേതകഥ. ഇതേ സമയത്ത് രാഘവൻ ചിരിച്ചുകൊണ്ട് പറയണ, അത് തന്നെയാടാ, അവിടെ ഒരു തേങ്ങാക്കൊലയില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഈ ഒരു കഥയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പല റിസർച്ചുകളും നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു അപ്പൂപ്പൻ എന്നോട് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 10 വർഷമായിട്ട് അവിടുത്തെ ആ ഒരു തെരുവിൽ ജീവിക്കുകയാണ്. എന്നാൽ അവിടെ പലരും എടുക്കാൻ ശ്രമിച്ച ഒരു അമൂല്യമായിട്ടുള്ള നിധി ഡിമോണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യക്കായിട്ട് ഉണ്ടാക്കി കൊടുത്ത ആ ഒരു നെക്ലേസ് ഭയങ്കര വിലയുള്ളതാണ്. മോനെ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇത് പെയിന്റ് അടിക്കാനായിട്ട് കുറച്ച് ആൾക്കാർ അങ്ങോട്ടേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ, അവർ പിറ്റേ ദിവസം മരിച്ചില്ലേ? എന്താ അതിന്റെ കാരണം? അവന്മാർ അവിടെ
പോയിട്ട് ആ ഒരു നെക്ലേസ് അടിച്ചു മാറ്റി അവരത് അവിടെ കൊണ്ടുപോയി. അങ്ങനെയാണ് അവർ മരണപ്പെട്ടെ. ആ മാല അവിടെ നിന്ന് നഷ്ടമായാൽ ഏതെങ്കിലും തരത്തിൽ അത് അവിടെ തിരിച്ചെത്തിയിരിക്കും. അതാണ് മോനെ ആ മാലയുടെ ചരിത്രം. ഇതെല്ലാം പറഞ്ഞ് രാഘവൻ പറയാണ് ഇതൊക്കെ വെറും കെട്ടുകഥകളാണ് മച്ചാമാരെ. ഇന്നലെ രാത്രി ഒരു അഡ്വഞ്ചർ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കോളനിയുടെ പേരും പറഞ്ഞ് കോട്ടയിലേക്ക് പോയതിന്റെ കാരണം എന്താണെന്ന് അറിയോ? അവിടെ പോയിട്ട് ആ മാല എടുക്കാനായിട്ട്. ആ മാല ഞാൻ എടുത്തു എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ശ്രീനിക്കും വിമലിനും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ രാഘവൻ ആ ഒരു മാല എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അമൂല്യമായ കോടിക്കണക്കിന് വിലയുള്ള ആ ഒരു മാല. എന്നാൽ ഇത് ഇങ്ങനെ വിറ്റാൽ ശരിയാവില്ല. പല കഷ്ണങ്ങളാക്കിയിട്ട് ഒരു വർഷത്തിന് ശേഷം വിൽക്കാൻ ഇവർ പ്ലാൻ ചെയ്യാണ്. എല്ലാവരുടെ ലൈഫും സെറ്റിൽഡ് ആവും. ഇതൊക്കെ തെറ്റല്ലേ എന്ന് വിമലി ചോദിക്കുമ്പോൾ ശ്രീനി പറയാണ് എന്ത് തെറ്റ്? ഇതിന് അവകാശിയായിട്ട് ആരുമില്ല. പലരും പല കള്ളത്തരങ്ങളും ചെയ്യുന്നു. ഇനി ഇത് ചെയ്ത് നമ്മൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാന്ന് ഇപ്പൊ ശ്രീനി പറയുമ്പോൾ ആരും ഒരാൾ വന്നിട്ട് കഥക് തട്ടുകയാണ്. ഇവരാകെ പേടിച്ചുപോയി. പതിയെ ചെന്ന് ശ്രീനി കഥക് തുറന്നപ്പോൾ ഭക്ഷണം ഡെലിവറി ചെയ്യാൻ വന്ന ബോയ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഭക്ഷണം മേടിച്ച് വാതിലും ലോക്ക് ചെയ്ത് ഇവരുള്ളിൽ വന്നിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ വിമലിന് ഒരു സൂക്കട്. എടാ നല്ലൊരു പ്രേത വൈബുണ്ട്, നമുക്കൊരു പ്രേത സിനിമ കണ്ടാലോ? രാഘവ നിന്റെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കളക്ഷൻ ഒരു മൂവി എടുത്തിടുന്ന് പറയാണ്. അവനിപ്പോ ഒരു ജാപ്പനീസ് ഹൊറർ മൂവിയുടെ കാസറ്റ് തപ്പി പിടിച്ച് അത് ടിവിയിൽ ഇടുകയാണ്. എന്തായാലും പടം കാണാൻ പോവല്ലേ. സുജിത്ത് നല്ല ഉറക്ക. അവനെയും കൂടെ വിളിച്ച് കാണിക്കാൻ നോക്കുമ്പോൾ വേടികൊണ്ട പന്നിയെ പോലെ കിടന്നുറങ്ങുകയാണ്. ഒരനക്കവും ഇല്ല അവന്. മച്ചാൻ അമ്മാതിരി ക്ഷീണുണ്ട് തോന്നുന്നു. എന്തായാലും ആ ഒരു പ്രേത സിനിമ വെച്ച് ഇവർ നല്ല പേടിച്ച് കാണാം ആസ്വദിക്കുക എന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവരാകെ ഷോക്കായി പോയി. കാരണം കാസറ്റ് ഇട്ടപ്പോൾ ഇവർ കാണുന്ന എന്താ, ആ റൂമിൽ അവരിയ്ക്കുന്ന ആ വിഷ്വൽ അതുപോലെ തന്നെ ടി വിയിൽ കാണിക്കുക. അന്തം വിട്ട് കുന്തം പോലെ നിന്ന് ഇവരാകെ പേടിച്ച് ടി വി ഓഫാക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ടി വി ഓഫ് ആകുന്നില്ല. ഇതേ സമയത്ത് തന്നെ പുറത്ത് ആ ഒരു അപ്പാർട്ട്മെന്റ് കാണിക്കുകയാണ്. ഒരുമാതിരി ഒരു ശ്മശാന മൂകത. ഇടി വെട്ടുന്നുണ്ട്, കാറ്റും കോളും മഴയും ഒന്നും പറയണ്ട. ഒരുമാതിരി ഒരു ഹൊറിഫിക് എഫക്റ്റ് എന്ന് പറയും. മാത്രമല്ല ഇവരുടെ ആ ഒരു ചിത്രം അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു വീഡിയോ ടി വിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കുറേയൊക്കെ ഓഫാക്കാൻ നോക്കിയെങ്കിലും ഓഫ് ആവുന്നില്ല. പിന്നെ അവരുടെ ആ ഒരു പേടിയൊക്കെ പോയി ഇതെന്ത് തേങ്ങ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇതിനിടയിൽ വിമലിന് ഭയങ്കരമായിട്ട് മൂത്രയ്ക്കാൻ വിട്ടാണ്. എടാ ഞാൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാന്ന്. അവൻ നേരെ ബാത്റൂമിലേക്ക് പോവാണ്. മൂത്രലൊഴിച്ച് ഒന്ന് മുഖം കഴുകാനായിട്ട് കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ അവൻ ഞെട്ടിപ്പോവാണ്. കാരണം അവന്റെ കണ്ണിൽ കൃഷ്ണമണിയില്ല, വെള്ള മാത്രമായിട്ട്. കുറെ മുഖം കഴുകി അതവന്റെ കണ്ണിന്റെ എന്തോ പറ്റിയതാന്ന് വിചാരിച്ചിട്ട് അവനിങ്ങനെ കഴുകുന്നുണ്ട്. എന്നാൽ മാറുന്നില്ല. പെട്ടെന്ന് അവന്റെ ബനിയന്റെ പിന്നിൽ നിന്നും ആരൊരാൾ വലിക്കാണ്. അവനൊരു എറിയുന്നുണ്ട്. അവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. അതിൽ പോയി അവന്റെ ഊര തട്ടി ഊരേ മുറിഞ്ഞ് പൈപ്പും പൊട്ടി എഴുന്നേൽക്കാൻ പോലും പറ്റാതെ അവിടെ കിടന്ന് അവൻ നിലവിളിക്കാണ്. ഡാ ശ്രീനി, രാഘവ ഓടിവാടാ, രക്ഷപ്പെടുത്തടാന്ന് പറഞ്ഞിട്ട് എത്ര അലറി വിളിച്ചിട്ടും ഇവരാരും കേൾക്കുന്നില്ല. ഇതേ സമയത്ത് തന്നെ ശ്രീനി വിചാരിക്കാണ്, എടാ അവൻ കുറെ നേരമായാലും ഉള്ളിൽ പോയിട്ട് എന്താ വരാത്തേന്ന് കരുതിയിട്ട് ശ്രീനി അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇപ്പോ ഈ ഒരു വിമലാണെങ്കിൽ ഉള്ളിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവൻ ആ ഒരു വാതിലിന്റെ അരികിലേക്ക് ചെന്നിട്ടുണ്ട്. എന്നാൽ ഏതോ ഒരു ശക്തി അവന് പിന്നിലേക്ക് വലിച്ചെടുത്ത് അവിടെ ഒരു ഹീറ്റർ ഉണ്ടായിരുന്നു. അതിന്റെ ആ ഒരു വയറ് പൊട്ടി കരണ്ട് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ആ കരണ്ടിൽ അവന്റെ ബോഡി ടച്ച് ആയിട്ട് അവൻ അങ്ങനെ പെട്ടഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് വാതിൽ മുട്ടി ശ്രീനി ഇപ്പോൾ ഡാ വിമലെ നീ എന്താ വരാത്തേന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നാൽ അത് പറഞ്ഞത് വിമലല്ലായിരുന്നു. ഇതൊക്കെ വിമൽ അറിയുന്നുണ്ട് കേട്ടോ. എന്തായാലും ശബ്ദം കേട്ടപ്പോൾ ശ്രീനി അവിടുന്ന് തിരിച്ചു പോണ്. ഇതേ സമയത്ത് ആ ഒരു ശക്തിയാണെങ്കിൽ വിമലിനെ ഒരേറ്റ ഏറാണ് വാഷ് ബേസിലേക്ക്. താല ചെന്ന് അടിച്ച് താല പൊളിഞ്ഞ് അവൻ അവിടെ സ്പോട്ടിൽ തന്നെ മരിച്ചു വീഴുന്നുണ്ട്. അടുത്ത സീനിൽ ശ്രീനി അതുപോലെ തന്നെ രാഘവൻ ഇവർ ആ ഒരു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ആ ഒരു മുഖവും കാര്യങ്ങളൊക്കെ മാറി അവരുടെ ആ ഒരു ജാപ്പനീസ് സിനിമ ഉണ്ടല്ലോ, ഹൊറർ സിനിമ, അതിന്റെ ആ ഒരു വിഷ്വലാണ് ഇപ്പോൾ. എന്നാൽ പുറത്ത് നല്ല മഴ, പെട്ടെന്ന് കരണ്ട് പോവാണ്. മേലോട്ട് നോക്കുമ്പോൾ ഇവരുടെ ആ ഒരു ചുമരൊക്കെ ലീക്കായിട്ട് വെള്ളം ഇറ്റാൻ തുടങ്ങുകയാണ്. കരണ്ടും ഇല്ല. അപ്പം മെഴുകുതിരി കത്തിക്കാനായിട്ട് ഇപ്പൊ ഈ രാഘവൻ ഉണ്ടല്ലോ, മാതാവിന്റെ ശില്പം അവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു മെഴുകുതിരി ഉണ്ട്. അത് കത്തിക്കാൻ പോവാണ്. അതുപോലെ തന്നെ ശ്രീനിയാണെങ്കിൽ വെള്ളം ഇറ്റുന്ന താഴെ വെക്കാനായിട്ട് ഒരു പാത്രം എടുക്കാൻ ചെല്ലാണ്. ഇപ്പൊ മാതാവിന്റെ അരികിലുള്ള ആ ഒരു മെഴുകുതിരി കത്തിച്ച് രാഘവൻ ആ ഒരു മെഴുകുതിരിയുമായിട്ട് കുറച്ച് മുന്നോട്ടേക്ക് വന്നപ്പോൾ പെട്ടെന്ന് അവന്റെ കണ്ണിന്റെ നിറം മാറുകയാണ്. ഇപ്പൊ പാത്രം എടുത്തുകൊണ്ട് വന്ന ശ്രീനി നോക്കുമ്പോൾ രാഘവൻ വല്ലാത്തൊരു ഭാവത്തിൽ അവൻ അങ്ങനെ ഇരിക്കുകയാണ്. രാഘവ 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 എന്ന് എന്നിട്ട് വിളിച്ചപ്പോൾ അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണൊക്കെ ഒരുമാതിരി വെള്ള നിറം. ആകെ പേടിച്ചുപോയി ശ്രീനി. അവനോട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നാൽ രാഘവന് ഒരു അനക്കവുമില്ല. അവന്റെ കയ്യിൽ ആ ഒരു മെഴുകുതിരിയുമായിട്ട് രാഘവൻ ഇപ്പൊ നേരെ സുജിത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവനാണെങ്കിൽ നല്ല ഉറക്കാണല്ലോ. അവന്റെ കണ്ണിലേക്ക് ആ ഒരു മെഴുകുതിരി ഒരുക്കി ഒറ്റിക്കാൻ നോക്കുമ്പോൾ ഓടി വന്ന ശ്രീനി അവനെ തള്ളി താഴെടുകയാണ്. ഇതേ സമയത്ത് ടേബിളിൽ ഉണ്ടായിരുന്ന പെട്രോൾ ആണെങ്കിൽ താഴേക്ക് വീണ് ആ പെട്രോൾ നിലത്താവുകയാണ്. നിലത്തായതോട് കൂടിയിട്ട് രാഘവന്റെ പിന്നിൽ ഈ ഒരു പെട്രോൾ ആവുന്നുണ്ട്. ഇതേ സമയം ആ ഒരു മെഴുകുതിരിയുമായിട്ട് രാഘവൻ വീണ്ടും എഴുന്നേൽക്കുകയാണ്. ഡാ രാഘവ അത് ഊതിക്കെടുത്തതാ, കെടുത്ത് ശ്രീനി അങ്ങനെ പറയാണ്. കാരണം അവന്റെ ദേഹത്ത് ഇപ്പൊ പെട്രോൾ ആയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവസാനം ഈ ശ്രീനി എന്താ കാട്ടിയെന്നറിയോ? മെഴുകുതിരി ഒരേറ്റ ഊതലാണ്. ഊതിയ സമയത്ത് എന്താ സംഭവിച്ചത്? തീ പിന്നിലേക്ക് ചെല്ലുകയാണ്. പിന്നിലേക്ക് പോയി തീ കെട്ടു. എന്നാൽ പെട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരേറ്റ ആന്തലാണ്. ഈ രാഘവനാണെങ്കിൽ നിന്ന് കത്തുകയാണ്. ശ്രീനി അവന് പറ്റുന്ന രീതിയിൽ പലതും ചെയ്തു നോക്കുന്നുണ്ട്. എവിടെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്തി അവൻ നിലത്ത് വീണു. ഇതേ സമയത്ത് തന്നെ അടുക്കളയുടെ ഭാഗത്തേക്ക് വെള്ളമെടുക്കാനായിട്ട് ഓടിച്ചെന്ന സമയത്ത് ബാത്റൂമിന്റെ ആ ഒരു വാതിൽ തട്ടി അവൻ ആ ഒരു ബാത്റൂമിന്റെ ഉള്ളിലേക്ക് വീഴാണ്. നോക്കുമ്പോ എന്താ കാണുന്നത്? നേരത്തെ തന്നെ മരിച്ചു കിടക്കുന്ന വിമലിനെ. പേടിച്ച് നിലവിളിച്ച് ശ്രീനി പുറത്തേക്ക് ഓടി വന്നിട്ട് വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും വാതിൽ തുറക്കാൻ പറ്റില്ല. അവനിങ്ങനെ പിടിച്ച് കുലുക്കി അവസാനം വാതിൽ തുറക്കുകയാണ്. തുറന്നപ്പോൾ വല്ലാതൊരു വെള്ള വെളിച്ചം, ഒരുമാതിരി കിളി എന്നുള്ള ഈ റേഞ്ച് കിട്ടാത്തതുപോലെയുള്ള ടി വിയിൽ ഒരു സംഭവം വരില്ലേ, അതിങ്ങനെ സംഭവം അത് കാണിച്ചത് ഒരു ടി വിയിലായിരുന്നു. ഇത്രയും നേരം നമ്മൾ കണ്ട ഒരു കൊടൂരമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഇവര് 3 പേരും ആ ഒരു ടി വിയിൽ കണ്ടതായിരുന്നു. ശ്രീനി, രാഘവൻ, വിമൽ
വിമൽ 3 പേര് ഇപ്പൊ മരിച്ചിട്ടില്ല. ഈ നടന്ന സംഭവങ്ങളൊക്കെ അവർ ആ ഒരു ടിവിയിലൂടെ കണ്ടതാണ്. രാഘവനാണെങ്കിൽ തീ കത്തി വെന്ത് മരിച്ചു. അതുപോലെ തന്നെ വിമലാണെങ്കിൽ ബാത്റൂമിൽ അടികിട്ടി മരിച്ചു. ഈ കാര്യങ്ങളൊക്കെ അല്ലേ ഇവർ ടിവിയിലൂടെ കണ്ടത്. സോ ഇവിടെ മുതലാണ് കഥ വേറെ ലെവലിലേക്ക് പോകുന്നത്. ഇപ്പൊ വിമൽ ഓടി വന്നിട്ട് ആ സ്വിച്ച് ഓഫ് ആക്കാണ്. എന്നിട്ടും ടി വി ഓഫ് ആകുന്നില്ല. അവനോട് പ്ലഗ് വലിച്ചു വരാൻ പറയുന്നുണ്ട്. അത് ഊരിയിട്ടും ടി വി ഓഫ് ആവുന്നില്ല. പെട്ടെന്ന് ബൾബെല്ലാം പൊട്ടിത്തെറിച്ച് കറണ്ട് പോവാണ്. ഇതെന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഇവർ വേഗം ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വിളിക്കുകയാണ്. കാരണം കറണ്ട് ഇല്ലല്ലോ ഇത് കംപ്ലൈന്റ് ചെയ്യാനായിട്ട്. എന്നാൽ അവിടുത്തെ ആ ഒരു സ്റ്റാഫ് പറയുന്നത് സാറേ ഇത് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. ശ്രീനി പറയണ സാറേ പറ്റെങ്കിലും ഒന്ന് ഇങ്ങോട്ടേക്ക് വാ, നിങ്ങൾ ചോദിക്കുന്ന കാശ് തരാം. അയാൾ പറഞ്ഞ് ചോദിക്കുന്ന കാശ് തരികയാണെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഫോൺ കട്ട് ചെയ്യാണ്. ഇതേ സമയത്ത് ഇവർ പോയിട്ട് ആ ഒരു ഡോറ് തുറക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഡോറ് തുറക്കാൻ പറ്റില്ല. ഇതിനപ്പുറത്ത് ആരോ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. സംസാരിക്കുന്നത് ശ്രീനി കേൾക്കുകയാണ്. എന്നാൽ ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ ഒരു വല്ലാത്ത ടീ എന്നുള്ള ശബ്ദം ഇവരുടെ ചെവിയൊക്കെ ഒരുമാതിരി പൊളിയുന്നത് പോലെ തോന്നുകയാണ്. അവസാനം രക്തം വന്ന് അവൻ ആ ഒരു വാതിലിന്റെ പിടുത്തങ്ങോട്ട് വിടുകയാണ്. അപ്പോഴാ ശബ്ദം നിൽക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് അയാളെ വിളിക്കുകയാണ്. നിങ്ങൾ എന്താ വരാത്തതെന്ന് ചോദിച്ചിട്ട്. ഇതേ സമയത്ത് അയാൾ പറയുന്നത് സാറേ ഞാൻ ഓൾറെഡി അങ്ങോട്ടേക്ക് വന്നു, ഫീസ് പോയതായിരുന്നു, ഫീസ് കെട്ടി, നിങ്ങൾ എനിക്ക് കാശും തന്നല്ലോ. ഇത് കേട്ടപ്പോൾ ശരിക്കും ഇവർ ഞെട്ടിപ്പോകുന്നുണ്ട്. അതായത് ഇവരുടെ രൂപത്തിൽ ആരോ ആ വന്ന ഇലക്ട്രീഷ്യന് കാശ് കൊടുത്തിട്ടുണ്ട്. അയാൾ നന്നാക്കി പോവുകയും ചെയ്തു. സംതിങ് ഫിഷി എന്നിവിടെ വെച്ച് ഇവർക്ക് കാര്യമായിട്ട് മനസ്സിലായി. ആ സമയത്താണ് ശ്രീനി ഇന്ന് രാവിലെ നടന്ന സംഭവം പറയുന്നത്. ജോത്സ്യം വിളിച്ചായിരുന്നു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ അയാളുടെ വീട്ടിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഇതുപോലെ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. തൂങ്ങി മരിച്ചെന്ന് ആൾക്കാർ പറയുന്നു, പൈസേന്റെ ബുദ്ധിമുട്ടാന്ന് പറയുന്നു. എന്നാൽ അതൊന്നുമല്ല. അല്ലടാ ഫോണിലൂടെ ജോത്സ്യൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതെന്താന്ന് വ്യക്തമായിട്ട് മനസ്സിലായില്ല. എനിക്കെന്തോ കേൾക്കാത്തതുപോലെ. അല്ല നിന്റെ ഫോണിൽ കോള് വന്നിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ആവുന്ന ഓപ്ഷൻ ഇല്ലേ, അതൊന്നും എടുത്ത് നോക്കുന്ന പറയാണ്. സോ അത് ഇവർ എടുത്ത് നോക്കുകയാണ്. അപ്പൊ ജോത്സ്യൻ സംസാരിച്ച ആ ഒരു കാര്യം ഇവർക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. മോനെ അർജന്റായിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാൽ കേൾക്കുന്നില്ല എന്ന് ശ്രീനി പറയുന്നതും അതിൽ റെക്കോർഡ് ആയിട്ടുണ്ട്. ഇപ്പൊ ദേഷ്യം വന്ന ജോത്സ്യർ പറയണോ, എടോ നിങ്ങളുടെ കൂടെ വന്ന ആ 4ാമത്തെ ആളുണ്ടല്ലോ സുജിത്ത്, അവൻ ജീവനോടെ ഇല്ല, അവൻ ഇന്നലെ മരിച്ചിട്ടുണ്ട്. അവന്റെ ശരീരം മാത്രമാണ് നിങ്ങളുടെ കൂടെ വന്നത്. കേട്ടതും ഇവരുടെ കൈയും കാലും വിറച്ച് ഫോണ് താഴേക്ക് വീണു പോവാണ്. തൊട്ടപ്പുറത്ത് കിടന്നുറങ്ങുന്ന സുജിത്തിനെ നോക്കുകയാണ്. അതായത് അവൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞതാണ്. അവന്റെ ശവം മാത്രമായിരുന്നു ഇവരുടെ കൂടെ വന്നത്. പിന്നെ പറയണോ, കൈയും കാലും വിറച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു മൂലക്ക് പോയിട്ട് 3 പേര് അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്താണ് രാഘവൻ ഒരു കാര്യം പറഞ്ഞത്. ഡാ എന്റെ കയ്യിലൊരു സാധനം ഉണ്ട്, നമുക്ക് അത് വെച്ചൊരു പരിപാടി നോക്കിയാലോന്നോ. എന്നാ പിന്നെ അത് നോക്കിയെന്ന് പറയാണ്. നേരെ പോയിട്ട് അവനൊരു ഓജോ ബോർഡ് എടുക്കുന്നുണ്ട്. ഇതെന്താണെന്ന് ശ്രീനി ചോദിക്കുമ്പോൾ എടാ ഇത് ഈ ആത്മാക്കളോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഈ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതൂലേ, അപ്പൊ അതിനു വേണ്ടി കൊണ്ടുവന്നതാണ്. കേട്ടതും ചവട്ട അടക്കി ഒന്ന് കൊടുക്കുകയാണ് ശ്രീനി. ഇപ്പോ നിനക്ക് പോരടാ, ഈ ഒപ്പിച്ചു വെച്ചതൊന്നും പോരടാ. ഇപ്പൊ രാഘവൻ പറയണ എടാ കൂടുതലായിട്ട് വഴക്കിടല്ലേ, എന്തായാലും ഇതൊക്കെ സംഭവിച്ചു പോയി, എങ്ങനെയെങ്കിലും ഇതൊന്ന് രക്ഷപ്പെടാൻ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഏതെങ്കിലും ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനോടൊന്ന് സംസാരിച്ച് നോക്കാന്ന് പറയാണ്. അങ്ങനെ അവസാനം ശ്രീനി അതിന് സമ്മതിച്ചു. ഇവര് 3 പേരും കൂടിയിട്ട് ആ ഒരു ഓജോ ബോർഡിന് ചുറ്റും ഇരിക്കുകയാണ്. പിന്നീട് കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്ത് പിടിച്ച് ഇവര് ചോദിക്കുകയാണ് ഇവിടെ ഏതെങ്കിലും ആത്മാവ് ഉണ്ടോ എന്ന്. അപ്പൊ ആ ഒരു കോയിന് പതിയെ പോയിട്ട് യെസ് എന്ന് ഉത്തരം കാണിക്കുകയാണ്. ആ ആത്മാവ് ഗുഡ് സ്പിരിറ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന് പറയാണ്. അതായത് ഇവരോട് സംസാരിക്കുന്ന ആത്മാവ് നല്ലതാണ്. നിന്നെ കൂടാതെ വേറെ ഏതെങ്കിലും ആത്മാവ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനും ഉത്തരം എസ് തന്നെയാണ്. ഒരാത്മാവല്ല, ഒന്നിൽ കൂടുതൽ ആത്മാവ് ഇവിടെ ഉണ്ട്. മിക്കവാറും ഇവരോട് ഇപ്പൊ സംസാരിക്കുന്ന ആ ഒരു ആത്മാവ് ചിലപ്പോൾ മരിച്ചുപോയ സുജിത്തിന്റെ ആത്മാവായിരിക്കണം. പിന്നീട് അവരൊരു കാര്യം ചോദിച്ചു, അതായത് ഇവിടെയുള്ള ആ ഒരു ബാക്കിയുള്ള ആത്മാക്കൾ നല്ലതാണോ ചോദിച്ചപ്പോൾ അല്ല എന്ന് പറയാണ്. ഇവർക്ക് ഇവിടെ നിന്നും ജീവനോടെ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു സാധ്യത വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് ആ ആത്മാവിനോട് ചോദിച്ചപ്പോൾ അത് നോ എന്നാണ് ഉത്തരം പറയുന്നത്. ഇത് കണ്ട് ഇവർ പേടിക്കുകയാണ്. ശ്രീനിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. കത്തിച്ച കളടാ, ഇനി ഒരു ചോദ്യം ചോദിക്കേണ്ടെന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ബോർഡ് നിന്നങ്ങോട്ട് കത്തുകയാണ്. കത്തി അവസാനം ഇതൊരു ആരോ രൂപത്തിലേക്ക് മാറുന്നുണ്ട്. എന്നിട്ട് ഇവർക്ക് ചുറ്റുമായിട്ട് ഇതിങ്ങനെ കറങ്ങുകയാണ്. ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഇതിന്റെ ആ ഒരു കറക്കം നിൽക്കുമ്പോൾ ആരുടെ നേർക്കാണോ ആ ഒരു ആരോ ഉള്ളത് അയാൾ ഇവിടെ വെച്ച് മരണപ്പെടുമെന്ന്. എന്നാൽ പതിയെ ഇതിങ്ങനെ കറങ്ങി സ്ലോ ആയിട്ട് നേരെ നിൽക്കുന്നത് സുജിത്തിന്റെ നേരെയാണ്. ഇവര് 3 പേരും കൂടെ ഒരു മൂലക്ക് വന്നിരുന്നു. പെട്ടെന്ന് തന്നെ മരിച്ചുപോയ സുജിത്തിന്റെ ആ ഒരു ബോഡി ഉണ്ടല്ലോ അത് എഴുന്നേറ്റ് നിൽക്കുകയാണ്. നേരെ ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതിന്ന് ഒരു ഇച്ചിരി വെള്ളം എടുത്ത് കുടിക്കാണ്. ഒരു വല്ലാത്ത നോട്ടം ഇവര് നോക്കി വീണ്ടും പോയി അവൻ ആ ഒരു ബെഡിൽ കിടക്കുകയാണ്. ഇതേ സമയത്തിന് ആ ഒരു ആരോ അത് വീണ്ടും കറങ്ങുകയാണ്. കറങ്ങി ഇപ്പൊ നേരെ നിൽക്കുന്നത് രാഘവന്റെ നേർക്കാണ്. ഇതേ സമയം തന്നെ രാഘവൻ ഒരു ശബ്ദം കേൾക്കാണ്. അതായത് ഇരുമ്പിന്റെ എന്തോ ഒരു കഷ്ണം നിലത്തിട്ട് ഇടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ശബ്ദമല്ലോ, ടീ ടീ അങ്ങനെ ശബ്ദം. എന്ന് ഈ ശബ്ദം കേൾക്കുന്നത് രാഘവൻ മാത്രമാണ്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവൻ നോക്കിയപ്പോണ്ട് ഒരു രൂപം കാണുന്ന ഒരു സെക്കൻഡേ നമ്മൾ കാണിക്കുന്നുള്ളൂ. ഒരു വല്ലാത്ത രൂപം. നിങ്ങളൊന്ന് നോക്കിയ ആ ഒരു രൂപം അത് കണ്ടതും രാഘവൻ പേടിച്ച് പിറകിലേക്ക് വീഴാണ്. പിന്നീട് ഇവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇവര് നോക്കുമ്പോൾ രാഘവൻ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ പറ്റുന്നില്ല. അവരെങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതായത് ഡിമോണ്ടി എന്ന ഒരു ആത്മാവിനെയാണ് അവൻ കണ്ടിരിക്കുന്നത്. ആ ആത്മാവ് വെച്ച് ആ ഒരു വലയത്തിനുള്ളിൽ അവൻ പെട്ടുപോയി. ഇവൻ സംസാരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഇതേ സമയം രാഘവന്റെ മുഖം കണ്ട് ഇവർ 2 പേരും ശ്രീനിയും വിമലും ഞെട്ടി നിൽക്കുകയാണ്. അവനോട് കണ്ണാടിയിൽ നോക്കാൻ പറയുന്നുണ്ട്. കണ്ണാടിയിൽ നോക്കുമ്പോൾ അവന്റെ കണ്ണിന് കൃഷ്ണമണി ഇല്ലായിരുന്നു, ഫുള്ള് വെള്ളയാണ്. ഇപ്പൊ ഈ രാഘവനാണെങ്കിൽ ഇവരോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവന്റെ ശബ്ദം ഇവർക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവൻ ടിവിയിൽ പോയിട്ട് ആ സ്ക്രീനിൽ എഴുതുന്നുണ്ട് ഇവൻ നമ്മളെല്ലാവരെയും കൊല്ലുമെന്ന്. അടുത്ത നിമിഷം തന്നെ ഡിമോണ്ടി
ഡിമോണ്ടിയുടെ ആത്മാവ് വന്നിട്ട് പാവൻ രാഘവനെ വലിച്ചെടുത്ത് കൊണ്ടുപോവാണ് ബാത്റൂമിലേക്ക്. അതിന്റെ ആ ഒരു ഡോർ അറിഞ്ഞു. ഇവർ ഓടിച്ചെന്നത് തുറക്കാൻ നോക്കുമ്പോൾ തുറക്കാൻ പറ്റുന്നില്ല. ഇതേ സമയത്ത് നമ്മുടെ ഈ ഒരു വിമലാണെങ്കിൽ പിറകിലേക്ക് തെറിച്ച് വീണ് ഒരു ടേബിളിൽ പോയിട്ട് തലയടിക്കുകയാണ്. കുറെ നേരം ശ്രീനി ആ ഒരു വാതിൽ തുറക്കാൻ നോക്കി, പറ്റുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുകയും കാര്യങ്ങളൊക്കെ ഉള്ളുന്ന് വരുന്നു. ചവിട്ടി പൊളിച്ച് ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ അതിക്രൂരമായിട്ട് മരണപ്പെട്ട് കിടക്കുന്ന രാഘവനെ കാണുകയാണ്. അത് കണ്ട് സഹിക്കാൻ പറ്റാണ്ട് വിമൽ പുറത്തേക്ക് വരികയാണ്. വാള് വെച്ച് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. പേടിച്ചു പോയ ശ്രീനിയും പുറത്തേക്ക് വരുന്നുണ്ട്. ഇടാ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുന്നു പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ശ്രീനി ഒരു കാര്യം പറയുന്നത്. എടാ നമ്മൾ ആ ഒരു ടിവിയിൽ നമ്മുടെ കാര്യം കണ്ട സമയത്ത് നിങ്ങൾ രണ്ടുപേരും മരിച്ചു, ഞാൻ രക്ഷപ്പെടുന്നത് പോലെ അവസാനം കാണിച്ചില്ലേ ആ ഒരു ജനലിലൂടെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുവഴി പുറത്തേക്ക് പോയിക്കൂടെ എന്നിപ്പോ ശ്രീനി പറയുമ്പോൾ വിമല് പറയണ, ഡാ ശ്രീനി നീ ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കുന്നു. അങ്ങനെ ശ്രീനി കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ നേരത്തെ എങ്ങനെയാണോ രാഘവന്റെ മുഖം മാറിയത്, അതായത് കണ്ണ് മാറിയത്, അതുപോലെ തന്നെ ഇവന്റെ കണ്ണിന്റെ നിറം വെള്ളയാണ്. ഇപ്പൊ എന്താണോ ശ്രീനി പറയുന്നത് അത് വിമലിന് കേൾക്കാൻ പറ്റുന്നില്ല. ഒരുമാതിരി ഭ്രാന്തിളകിയതുപോലെ ആവുകയാണ് ശ്രീനിക്ക്. അവനിപ്പോ വിമലിന്റെ തലയ്ക്ക് നോക്കി ഒരൊറ്റ അടി അടിക്കാണ്. തല ചെന്ന് ചുമരിലടിച്ച് അവൻ വെള്ളത്തിലേക്ക് വന്ന് വീഴാണ്. ആ വെള്ളത്തിൽ തൊട്ടതും അവന്റെ ദേഹം കരിഞ്ഞു പോവാണ്. ഇവിടെ വെച്ച് വിമൽ മരിച്ചത് കൊണ്ട് തന്നെ അവൻ മരിക്കേണ്ട സ്ഥാനത്ത്, അതായത് ശ്രീനി മരിക്കേണ്ട സ്ഥാനത്താണ് വിമൽ മരിച്ചത്. അതുകൊണ്ട് തന്നെ ശ്രീനിയുടെ കണ്ണിലെ ആ ഒരു വെള്ള നിറം പോയി. ആത്മാവ് തൽക്കാലത്തേക്ക് അവന് വെറുതെ വിട്ടിരിക്കുകയാണ്, കുറച്ചേരം കൂടെ കഴിഞ്ഞിട്ട് കൊല്ലാന്ന്. പക്ഷെ എങ്ങനെയാണ് താഴേക്ക് വീണ വിമല് ഒറ്റ അടിക്ക് കത്തിക്കരിഞ്ഞില്ലാതായത്? അതറിയണമെങ്കിൽ ഒരു 5 മിനിറ്റ് പിറകിലേക്ക് വരണം. രാഘവൻ ബാത്റൂമിൽ പെട്ടുപോയപ്പോൾ ഇവര് തുറക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നില്ലേ, അപ്പൊ പിറകിലേക്ക് തിരിച്ചു വീണ വിമലിന്റെ തല ചെന്ന് ടേബിളിൽ അടിച്ചില്ലേ, അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഓവന്റെ ഉള്ളിലേക്ക് അവന്റെ ഫോൺ വീണ്. ഫോൺ ഓവനിൽ കിടന്ന് തിരിഞ്ഞ് അത് ചെറുതായിട്ടൊന്ന് പൊട്ടി. വാട്ടർ ക്യാനിൽ പോയിട്ട് കുത്തി, അതിലെ വെള്ളം ലീക്കായി. ഈ ഓവന്റെ വയർ പൊട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് വെള്ളം ചെന്ന് തട്ടുകയാണ്. പതിയെ ആ ഒരു വെള്ളം താഴേക്ക് ഒലിക്കുന്നുണ്ട്. അതായത് ആ വെള്ളത്തിൽ ഷോക്ക് ഉണ്ടായിരുന്നു. അതിൽ നല്ല പവറുള്ള കരണ്ട്. അതിലേക്കാണ് വിമൽ ചെന്ന് വീണത്. സ്പോട്ടിൽ അവൻ കരിഞ്ഞുപോയി. ഇവിടെ വെച്ച് ശ്രീനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കി നിൽക്കാനേ പറ്റിയുള്ളൂ കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ കിടന്ന് അലറുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ തളർന്ന് വീണുപോയി. അപ്പണ്ട് അവന്റെ ശരീരം മുഴുവനായിട്ട് തണുക്കുന്നു. റൂമിലുള്ള പല വസ്തുക്കളും ഫ്രീസ് ആയി പോകുന്നുണ്ട്. അവിടെ തന്നെ ഒരു അക്വേറിയം, അതിൽ മീനും ഉണ്ടായിരുന്നു. ആ വെള്ളം വരെ കട്ട പിടിച്ചു പോവാണ്. നോക്കുമ്പോൾ AC ഉണ്ടല്ലോ, അതിലൂടെ ഭയങ്കരമായിട്ടുള്ള തണുപ്പ് വന്ന് റൂം മുഴുവനായിട്ട് -ഡിഗ്രിയിലേക്ക് പോവാണ്. അവന്റെ കയ്യും കാലൊക്കെ കോച്ചി ആ ഒരു വേദന വരാൻ തുടങ്ങി. ഇതേ സമയത്ത് തന്നെ മാതാവിന്റെ ജീസസിന്റെ ഈ ശില്പം ആ റൂമിന്റെ ഒരു മൂലക്കുണ്ടായിരുന്നു. അവിടെ മാത്രമായിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ട് കാണുകയാണ്. അവൻ വെറുതെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു മൂലയിൽ മാത്രം തണുപ്പില്ല. അതിനർത്ഥം ഈ പിശാചിന്റെ ആത്മാവിന്റെ ആ ഒരു ശക്തി ഈ ഒരു ഭാഗത്ത് വർക്ക് ആവുന്നില്ല. ഒരു ദൈവിക ശക്തി അവിടെ ഉണ്ടെന്ന് അവന് മനസ്സിലായി. ഒരു ബോർഡർ പോലെയായിരുന്നു അത് നിന്നിരുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് കാല് വെക്കുമ്പോൾ കാലങ്ങട് മരവിച്ചു പോവുക. വേഗം തന്നെ കാല് പിന്നിലേക്ക് വലിക്കുകയാണ്. അതിന്റെ മൂലക്ക് ഒരു ജനലുണ്ടായിരുന്നു. അതിന്റെ കുളത്ത് അവൻ അയക്കാൻ നോക്കുമ്പോൾ ജനൽ തുറക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ഭാഗത്തൂടെ രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും അടിച്ചു പൊളിക്കാനായിട്ട് ഒരു സാധനം എടുക്കണമല്ലോ. അപ്പൊ അവനത് എടുക്കാനായിട്ട് വരുമ്പോൾ അവന്റെ മുന്നിലേക്ക് ഡിമോണ്ടിയുടെ ആ ഒരു ആത്മാവ് ഒരു സെക്കൻഡ് വന്ന് നിൽക്കണം. ആ ഒരു സെക്കൻഡ് അവൻ കണ്ടിട്ടുള്ളൂ. പേടിച്ച് പിന്നിലേക്ക് തെറിച്ച് വീഴാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. രക്ഷപ്പെടണമെങ്കിൽ ധൈര്യം കാണിച്ച് ഈ ജനൽ അടിച്ചു പൊളിച്ചേ മതിയാവുള്ളൂ. നമ്മുടെ സുജിത്തിന്റെ ടൂൾ ബോക്സ് അവിടെ ഉണ്ടായിരുന്നു. അതൊന്നൊരു ചുറ്റിക എടുക്കുകയാണ്. ജനലിന്റെ ചുറ്റുഭാഗവും അവൻ അടിച്ച് പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു വഴി ഇപ്പൊ ആയിട്ടുണ്ട്. അതിലൂടെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഇതുവരെയായിട്ടും എഴുന്നേൽക്കാത്ത സുജിത്ത് എഴുന്നേറ്റ് വന്നിട്ട് ഇപ്പോ നമ്മുടെ ശ്രീനിയെ വിളിക്കാണ്. ഡാ എനിക്ക് പേടിയാവുന്നടാ, ഒന്ന് ഇങ്ങോട്ടേക്ക് വാടാ, എന്നെ സഹായിക്കടാ. ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പേടിയാണെന്ന്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് നിങ്ങളല്ലേ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്, ഇങ്ങോട്ടേക്ക് വാടാ, എനിക്ക് പേടിയാവുന്നു, എന്നെ രക്ഷപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സുജിത്ത് വിളിച്ചപ്പോൾ അത് കണ്ട് ആകെ മനസ്സിലായി പോയിട്ട് ശ്രീനി അവനെ കൂട്ടാനായിട്ട് അല്ലെങ്കിൽ അവനെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കയ്യിൽ ഭയങ്കര തണുപ്പ്. അതുകൊണ്ട് പിന്നിലേക്ക് വന്നിട്ട് സുജിത്തെ നീ ഇങ്ങോട്ടേക്ക് വാന്ന് വിളിക്കാണ് ശ്രീനി. എന്നാൽ സുജിത്ത് അവന്റെ അടുത്ത് അങ്ങോട്ടേക്ക് ചെല്ലാൻ തന്നെ പറയാണ്. എന്നാ വരില്ല, നീ ഇങ്ങോട്ടേക്ക് തന്നെ വരണമെന്ന് ശ്രീനി പറയുന്നുണ്ട്. പെട്ടെന്ന് സുജിത്തിന് ദേഷ്യം വരുന്നുണ്ട്. മര്യാദക്ക് ഇങ്ങോട്ടേക്ക് വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് ശ്രീനിക്ക് ഒരു കാര്യം മനസ്സിലായത്. അത് അവനല്ല, ഡിമോണ്ടിയുടെ ആത്മാവാണ്. ഇറങ്ങിയാൽ അവൻ അവിടെ വെച്ച് മരിക്കുന്ന അറിയാം. സോ ഒന്നും നോക്കിയില്ല, ആ പൊളിച്ച ജനലിന്റെ ഗ്യാപ്പിലൂടെ അവൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. 2ാമത്തെയോ 3ാമത്തെ നിലയിലേറ്റായിരുന്നു തോന്നുന്നു ഇവരുടെ അപ്പാർട്ട്മെന്റ്. അതുകൊണ്ട് തന്നെ സൈഡിലൂടെ ചാടി താഴേക്ക് വന്നു. ഏറ്റവും അവസാനം നിലത്തേക്ക് എടുത്ത് ചാടുമ്പോൾ ഒരു പാറയിൽ തട്ടി അവന്റെ വയർ വല്ലാതെ വേദനിക്കുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് അറിയില്ല, ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുള്ളൂ. അപ്പോഴേക്കും ഭയങ്കര വേദന. നിങ്ങൾ അതൊന്നും മനസ്സിൽ വെച്ചോട്ടോ. താഴേക്ക് വീണപ്പോൾ വയറിന് ഭയങ്കര വേദന. എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയല്ലോ. റോട്ടിലേക്ക് അവൻ ഓടുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവിടെ തന്നെ ഒരു തട്ടുകടയുണ്ട്. ആ തട്ടുകടയിൽ ആളും അതുപോലെ അങ്ങോട്ടേക്ക് ചായ കുടിക്കാൻ വന്ന ആളും ഭയങ്കര വർത്താനം. ഇവരുടെ നടുവിലേക്കാണ് നമ്മുടെ ഈ ഒരു ശ്രീനി ചെല്ലുന്നത്. എന്നിട്ട് ഇവരോട് ഇങ്ങനെയൊക്കെ നടന്നു ഒന്ന് വേഗം വാ, രക്ഷപ്പെടുത്ത്, അവിടെ 3 പേര് കുടിയും കെടുക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ 2 ആൾക്കാർ ഒരു മൈൻഡും ഇല്ല. എന്ത് മനുഷ്യന്മാരല്ലേ. ഒരു മനുഷ്യൻ ഇങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് ആകെ വല്ലാത്ത വെപ്രാളത്തിൽ വരുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കെങ്കിലും ചെയ്യണ്ടേ. ലാസ്റ്റ് സഹി കിട്ട് ശ്രീനി പറയാണ്, നീയൊക്കെ എന്ത് മനുഷ്യനാണ് പറഞ്ഞിട്ട് ഒരേറ്റ അടി കൊടുക്കുകയാണ്. ആ അടി അടിച്ചപ്പോൾ ഇവന്മാരുടെ ദേഹത്തൂടെ അവന്റെ കൈയങ്ങ് കടന്നു പോവാണ്. ഇവിടെ വെച്ച് ഷോക്കായി പോയ ശ്രീനി ഇതെന്താ ഇങ്ങനെയെന്ന് കരുതിയിട്ട് അവനൊന്നും മനസ്സിലാവുന്നില്ല. അവൻ ചാടിയിറങ്ങി ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോഴല്ലേ മച്ചന്മാരെ അടുത്ത ടിസ്റ്റ്. ഇവൻ താഴേക്ക് ചാടിയപ്പോൾ താഴെ കോൺക്രീറ്റിന്റെ ഒരു പീസ് ഉണ്ടായിരുന്നു. അതിൽ കുറെ കമ്പികൾ ഉണ്ടായിരുന്നു. ആ കമ്പിയിലേക്കാണ് അവൻ ചെന്ന് വീണത്. വയറിൽ
കമ്പി മുഴുവൻ കുത്തിക്കയറി അവൻ ആ സ്പോട്ടിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് താഴേക്ക് ചാടിയപ്പോൾ അവന് വയറിന് വല്ലാത്ത വേദന ഉണ്ടായത്. സോ താൻ മരിച്ചു കഴിഞ്ഞു എന്ന് ശ്രീനിക്ക് ഇവിടെ വെച്ചാണ് മനസ്സിലാകുന്നത് കേട്ടോ. നമ്മൾ കണ്ടത് ശ്രീനിയുടെ ആത്മാവിനെയാണ്. അവൻ നോക്കുമ്പോൾ അവന് നേരെ ഒരു ലോറി അങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ആ ലോറിയുടെ ഉള്ളിൽ ഒരാളുണ്ടായിരുന്നു. ആരാണ്? സുജിത്ത് തന്നെ. സുജിത്തിന്റെ കഴുത്തിൽ ഡിമോണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത ആ ഒരു നെക്ലേസും ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ രാഘവനോട് റോഡരികിൽ കിടക്കുന്ന അപ്പൂപ്പൻ പറഞ്ഞ കാര്യം ശ്രീനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ബംഗ്ലാവിൽ നിന്നും ആ നെക്ലേസ് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകും. സോ കഴുത്തിലിട്ട് ആ ഒരു മാലയുമായിട്ട് സുജിത്ത് പോകുന്നത് ഡിമോണ്ടി ബംഗ്ലാവിലേക്ക് തന്നെയാണ്. ആ ഒരു കാര്യം കണ്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന ശ്രീനി അവന്റെ സൈഡിലേക്ക് ഇപ്പൊ ഡിമോണ്ടി അയാളുടെ ആത്മാവിന്റെ ആ ഒരു മുടി പയ്യെ അങ്ങനെ ഇറങ്ങി വരുന്നതും കാണിച്ച് സിനിമ ഒരേറ്റ തീരലാണ്. എങ്ങനെ ഈ കഥ ഇഷ്ടമായോ? 2015 ഇറങ്ങിയതാണ്. വമ്പൻ ഹിറ്റായിരുന്നു സിനിമ. ചെറിയ ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ട് അത്രയും കോടി വാരിക്കൂട്ടി. അത്രയും സക്സസ് ആയതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഒരു 2ാം ഭാഗം വരുന്നുണ്ട് എന്നാണ് ഇന്നത് ഇറങ്ങിക്കഴിഞ്ഞു. പറ്റുകയാണെങ്കിൽ മച്ചന്മാരെ തിയേറ്ററിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി കണ്ടോട്ടോ. ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.